പണമല്ല പങ്കുവയ്ക്കലാണ് ഏറ്റവും വലിയ ലാഭം എന്ന ആശയം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ഈ കലോത്സവ വേദി ഒരു പഴയകാല നന്മയെ തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ്. ബാൾട്ടർ സിസ്റ്റം. നമ്മുടെ കയ്യിലുള്ള ഉപകാരപ്രദമായ വസ്തുക്കൾ ഇവിടെ വയ്ക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായ വസ്തുക്കൾ നമുക്ക് ഇവിടുന്ന് ശേഖരിക്കുകയും ചെയ്യാം. ഇവിടെ ഇടനിലക്കാരനായിട്ട് പണമല്ല, നമ്മൾ തമ്മിലുള്ള ഒരു പങ്കുവയ്ക്കലാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ഈ സ്വാപ്പ് ഷോപ്പ് നിർമ്മിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പുനരുപയോഗ വസ്തുക്കളുടെ കൈമാറ്റ സമ്പ്രദായം എന്നാണ്. കാരണം പഴയ കാലത്ത് ഈ ബാർട്ടർ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, അതായത് എനിക്ക് ആവശ്യമില്ലാത്തൊരു സ്ഥലം ഞാൻ അവിടെ കൊടുക്കുന്ന ഒരു സ്ഥലത്ത് കൊടുക്കുന്നു, ആ സ്ഥലത്ത് നിന്ന് എനിക്ക് ആവശ്യമുള്ളൊരു വസ്തുവിനെ സ്വീകരിക്കപ്പെടുന്നു. കാശ് കൊടുത്ത് മേടിക്കുന്ന സമ്പ്രദായമല്ല. അതായത് എൻ്റെ കയ്യിലുള്ള വസ്തു ഒരു ഷോപ്പിലേക്ക് കൊടുത്ത് എനിക്ക് ആവശ്യമുള്ള ഒരു വസ്തുവിനെ, അപ്പോൾ എന്തുണ്ടാവുക, ഈ വലിച്ചെറിയപ്പെടാതെ, നമുക്കിന്ന് കാണുന്നത് വലിച്ചെറിയപ്പെടുന്ന ഒരു സമൂഹത്തെയാണ്. വലിച്ചെറിയപ്പെടാത്ത ഒരു സമൂഹത്തെ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളെ വീണ്ടും എടുത്ത് പുനരുപയോഗമായിട്ട് കണക്കാക്കപ്പെടാനായിട്ട് കഴിയുന്നു. അത്തരൊരു സംവിധാനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഈ സ്വാപ്പ് ഷോപ്പ് ഇവിടെ നിർമ്മിതമായിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. പോട്ടുകൾ, ചെടി പോട്ടുകളുണ്ട്, പുസ്തകങ്ങളുണ്ട്, അതുപോലെ നമുക്ക് സ്റ്റീൽ ബോട്ടിലുകളുണ്ട്, പലതരത്തിലുള്ള ഡ്രസ്സുകൾ ഉണ്ട്, അതുപോലെ ആർട്ട് വർക്കുകൾ, ചവിട്ടി, ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇത് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാനൊരു സ്റ്റീൽ ബോട്ടിൽ ഉപയോഗിച്ചു, ഞാൻ പുതിയൊരു ബോട്ടിൽ വാങ്ങിച്ചു. പക്ഷേ ഈ ബോട്ടിൽ എനിക്ക് വേറെ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ബോട്ടിൽ ഞാനിവിടെ നൽകുന്നു. എനിക്കിപ്പോൾ വേണ്ടത് ഒരു പുസ്തകമായിരിക്കും, അപ്പോൾ എനിക്ക് ഇവിടെ നിന്നൊരു പുസ്തകം എടുക്കാം. ഇതിനൊരു പൈസ അങ്ങനെ റേറ്റ് ഫിക്സ് ചെയ്തിട്ടോ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞു, അപ്പോൾ അത് വേറൊരാൾക്ക് ഉപയോഗിക്കാം, അല്ലേ, പുസ്തകമാണ്. അപ്പോൾ അത് ഞാനിവിടെ നൽകുന്നു. പകരം എനിക്ക് വേണ്ടത് എൻ്റെ ഒരു ടേബിൾ, ഒരു ഓഫീസ് ടേബിൾ, ഒരു പോട്ടാണെങ്കിൽ അത് ഇവിടുന്ന് എടുക്കാം. ചില ആളുകൾക്ക് ഡ്രസ്സുകളായിരിക്കാം. അപ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഷർട്ടുണ്ട്, ലേഡീസിന് ഡ്രസ്സുകളും, അതുപോലെ തന്നെ കുർത്ത, അതുപോലെ ബാഗുകൾ, സ്റ്റീൽ ബോട്ടിലുകൾ, കുട്ടികൾക്കുള്ള ഡ്രസ്സ് എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ കുറേ പെയിൻറ്റിങ്ങുകളൊക്കെ ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ എന്താണോ നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്നത് അത് ഇവിടെ ഏൽപ്പിക്കാം. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ സ്വാപ്പ് ഷോപ്പിലേക്ക് പൗരസ്ത്യ ഭാഷ അധ്യാപക സംഘടന, മലയാള ഹിന്ദി അധ്യാപകരുടെ സംഘടനയാണ്. അവർ ഒരുപാട് ഈ സ്റ്റീൽ ബോട്ടിലുകൾ, അതായത് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി സ്റ്റീൽ ബോട്ടുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ടവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അപ്പോൾ ഭാഷാധ്യാപക സംഘടനയാണ് ഈ സ്വാപ്പ് ഷോപ്പിലേക്ക് കുറേ അധികം സ്റ്റീൽ ബോട്ടുകൾ സംഭാവന ചെയ്തിട്ടുള്ളത്. സമകാലീന കാലഘട്ടത്തിൽ വളരെ ഉപകാരപ്രദമായിട്ടൊരു കാര്യമാണ് ഇവിടെ നമ്മൾ കണ്ടത്. എൻ്റെ ചുറ്റിലും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ബുക്കുകളായിക്കോട്ടെ, വാട്ടർ ബോട്ടിൽസ് ആയിക്കോട്ടെ, എന്തിന് വിവാഹ കോട്ടുകൾ വരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ കലോത്സവം കാണാൻ വരുന്നവർ ഇപ്പം ഞാൻ മുന്നേ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ പണമല്ല പങ്കുവയ്ക്കലാണ് പ്രധാനം എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് എന്താണോ കുറേ പുസ്തകങ്ങളും കുപ്പികളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നമുക്കത് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.